അപ്പം +1 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ്റെ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയുള്ള വീഡിയോ ആയിരുന്നു ലാസ്റ്റ്. സോ അതിൻ്റെ പാർട്ട് 2 വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പം നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ്? ഇറ്റ് ഈസ് എ സ്മോളസ്റ്റ് എക്സിക്യൂട്ടബിൾ യൂണിറ്റ് ഓഫ് എ പ്രോഗ്രാമിംഗ്. അപ്പോൾ അത് വൺ വേർഡിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പം ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് അല്ലേ. ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. അപ്പം ഇത് എന്താണ് ടൈപ്സ് ഓഫ് വാട്ട് യു മീൻ ബൈ സ്റ്റേറ്റ്മെൻറ്റ്, എക്സ്പ്ലെയിനിങ് 2 ടൈപ്സ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് വിത്ത് എക്സാമ്പിൾ സഹിതം അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2022-ലും 20-ലും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ച ഒരു ടൈപ്പ് ക്വസ്റ്റ്യനാണിത്. സോ ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വാല്യൂവിൻ്റെ ഇനിഷ്യലൈസേഷനാണ് അവിടെ പറയുന്നത്. ഇൻറ്റ് num1, num2 എന്ന് പറയുന്നത് ഒരു ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിളാണ്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഒരെണ്ണം പറയുകയാണെങ്കിൽ അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്? അതെന്ന് പറഞ്ഞാൽ അസൈൻമെൻറ്റ് ഓപ്പറേറ്ററായി ഈക്വൽ ടു സൈൻ യൂസ് ചെയ്യുന്നതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. =5 എന്നത് അസൈൻമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ആണ്. ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഓപ്പറേറ്റേഴ്സ് അതിൽ കാണും. ഫോർ എക്സാമ്പിൾ CIN, ഇൻപുട്ട് ഓപ്പറേറ്റർ 2 എണ്ണം, ഇൻപുട്ട് ഓപ്പറേറ്റർ നം. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്, കാരണം ഇവിടെ ഇൻപുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്? ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം അവിടെ ഈ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതുപോലെ ഈ CIN എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ എന്തായിരിക്കും എഴുതുന്നത്? ഇത് CIN എന്ന് പറയുന്നത് കൺസോൾ ഇൻപുട്ടിനാണ് CIN. അപ്പം ഔട്ട്പുട്ട് ആകുമ്പോൾ എന്തായിരിക്കും? കൺസോൾ ഔട്ട്പുട്ട്, അതായത് C ഔട്ട് കഴിഞ്ഞ് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെയാണ് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുമ്പം കാസ്കേഡിങ് ഓഫ് ഓപ്പറേറ്റേഴ്സ്. ഈ കാസ്കേഡിങ് ഓഫ് ഓപ്പറേറ്റേഴ്സ് എന്ന ടേം സൂചിപ്പിക്കുന്നത് പറഞ്ഞാൽ ദ മൾട്ടിപ്പിൾ യൂസ് ഓഫ് ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇൻ എ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോൺ ആസ് കാസ്കേഡിങ് ഓഫ് ഓപ്പറേറ്റർ. ഒരു ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ മൾട്ടിപ്പിൾ തവണ, ഇപ്പം ഞാൻ ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചപ്പോൾ എക്സാമ്പിൾ എങ്ങനെയാണ്? CIN എഴുതി, ഇൻപുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തു, അത് കഴിഞ്ഞ് നം എന്ന് എഴുതി, ഓക്കെ, അല്ലെ num1 എന്ന് എഴുതി. സോ ഇതൊരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ്. പക്ഷേ കാസ്കേഡിങ് ഓഫ് ഓപ്പറേറ്റേഴ്സ് വരുമ്പം CIN എഴുതുക, ഇൻപുട്ട് ഓപ്പറേറ്റർ ഞാൻ യൂസ് ചെയ്യുന്നു, num1 എഴുതി, പിന്നെയും ഇൻപുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് num2 എന്നുള്ളത് അവിടെ ഇനിഷ്യലൈസ് ചെയ്യുകയാണ്. സോ മൾട്ടിപ്പിൾ തവണ ഞാൻ ഇൻപുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്തു. അല്ലെങ്കിൽ ഇതേ സംഭവം Cout ആണെങ്കിൽ Cout ഔട്ട്പുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ഇവിടെ Cout എന്ന് എഴുതി, ഔട്ട്പുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് num1 num2, അങ്ങനെയാണെങ്കിൽ അതും കാസ്കേഡിങ് ഓഫ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, സോ അതും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. വാട്ട് യു മീൻ ബൈ കാസ്കേഡിങ് ഓഫ് ഓപ്പറേറ്റേഴ്സ്, എക്സ്പ്ലെയിൻ വിത്ത് എക്സാമ്പിൾ, അങ്ങനെ ചോദിക്കും. എന്നിട്ട് നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയണത് വാട്ട് ഈസ് ദ നെയിം ഓഫ് ഫയൽസ് ക്രിയേറ്റഡ് ടു സപ്പോർട്ട് C++ പ്രോഗ്രാംസ് ആൻഡ് കെപ്റ്റ് ഇൻ ദ സ്റ്റാൻഡേർഡ് ലൈബ്രറി. അത് ഹെഡർ ഫയലാണ്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, 2019-ലൊക്കെ ചോദിച്ചതാണ്. ഓക്കെ, വേറെ ഒരെണ്ണം പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്? ഒരു C++ പ്രോഗ്രാം സ്റ്റാർട്ട്സ് വിത്ത് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ് ആൻഡ് അതിൻ്റെ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഹാഷ് സിമ്പിളാണ്. നമ്മുടെ C++ പ്രോഗ്രാം എഴുതുമ്പം സ്റ്റാർട്ടിങ്ങിൽ ഹാഷ് ഇൻക്ലൂഡ് iOS സ്ട്രീം എന്നല്ലേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്? iOS സ്ട്രീം അല്ലേ, ഇങ്ങനെ iOS സ്ട്രീം. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ ഇതിനെയാണ് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്, അതിൻ്റെ സിമ്പിളാണ് ഹാഷ് സിമ്പിൾ. സോ അതും വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്. ഹെഡർ ഫയൽ എന്ന് പറയുന്നത് ഈ iOS സ്ട്രീമിനെയാണ് ഹെഡർ ഫയൽ എന്ന് പറയുന്നത്. ഈ iOS സ്ട്രീമിനെയാണ് ഹെഡർ ഫയൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുമ്പം ദ എക്സിക്യൂഷൻ ഓഫ് എ C++ പ്രോഗ്രാം ബിഗിൻസ് വിത്ത് ഡാഷ് ഫംഗ്ഷൻ. അത് മെയിൻ ഫംഗ്ഷനാണ്, മെയിൻ ഫംഗ്ഷൻ. ഓക്കെ, അത് 2022-ലും 2021-ലും ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നമ്മൾ കുറച്ച് പ്രോഗ്രാമൊക്കെ എഴുതാൻ അറിഞ്ഞിരിക്കാം. സോ അതിൻ്റെ സ്ട്രക്ചർ എന്താണ്? ഹാഷ് ഇൻക്ലൂഡ് iOS സ്ട്രീം യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് std ഇൻറ്റ് മെയിൻ കർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു, ഇൻറ്റ് num1 num2 സം Cout എൻ്റർ 2 നമ്പേഴ്സ്, CIN num1 num2 സം ഈക്വൽ ടു num1 plus num2 Cout the sum is, okay, so
സോ ഇതൊരു 2 നമ്പേഴ്സിൻ്റെ സം എഴുതാനുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ആദ്യം അതിൻ്റെ സ്ട്രക്ചർ ഹാഷ് ഇൻക്ലൂഡ് IOS സ്ട്രീം. ഓക്കെ, ഇതാണ് അതിൻ്റെ സ്റ്റാർട്ടിങ്. അടുത്ത എന്താണ്? യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് STD ആൻഡ് സെമിക്കോളൻ. ഓക്കെ, ഇൻറ്റ് മെയിൻ കർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. ഇതിന് ശേഷം ഇൻറ്റ് num1, num2 ആൻഡ് സം. cout enter 2 numbers, വീണ്ടും സെമിക്കോളൻ. ഓക്കെ, ഇതെല്ലാം എൻഡ് ചെയ്യുന്ന സെമിക്കോളൻ ആണ്. അടുത്തത് cin ഇൻപുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. num1 num2. അതായത് ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നു അല്ലേ? വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നു, അതാണ് ഈ ഒരു സ്ഥലം. അതായത് num1 num2 എന്ന വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് എന്താണ്? 2 നമ്പേഴ്സ് എൻ്റർ ചെയ്യുക എന്ന ആ ഒരു മെസ്സേജ് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ യൂസർ ആ 2 നമ്പറിനെ ഇൻപുട്ട് ചെയ്യുന്നു, വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നു. ഇപ്പോൾ 2 and 5 2 വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് എന്ത് വരും? അപ്പോൾ അത് പ്രോസസ്സിംഗ് ആണ് കാണിക്കുന്നത്. സം എന്ന് പറയുന്നത് num1 പ്ലസ് num2 പ്രോസസ്സിംഗ് കാണിക്കുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ വാല്യൂ ഔട്ട്പുട്ട് വരുവാണ്. cout ഔട്ട്പുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. ദ സം എന്ന് വന്നിട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്ത് പിന്നെ ആ സം അവിടെ എഴുതി കാണിക്കുന്നു. സെമിക്കോളൻ കർലി ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുന്നു. സോ ഇതാണ് ഒരു മൊത്തമുള്ള സ്ട്രക്ചർ. എനിക്കിത് എത്രത്തോളം ലെജിബിളാണ് ഞാൻ എഴുതിക്കണതെന്ന് എനിക്ക് അറിയില്ല. സോ നിങ്ങൾ നോട്ട്ബുക്ക് നോക്കി കറക്റ്റായിട്ട് പ്രോഗ്രാമൊക്കെ എഴുതാൻ പഠിച്ചിട്ട് പോകാം. കാരണം പ്രോഗ്രാം എഴുതാൻ എന്തായാലും ക്വസ്റ്റ്യൻ കാണും. അടുത്തതാണ് ആക്സസ് മോഡിഫയർ. ദ കീവേഡ് കോൺസ്റ്റ് ഈസ് നോൺ ആസ് ആക്സസ്. ഓക്കെ, ഇത് എഴുതിയപ്പോൾ കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്. ആക്സസ് മോഡിഫയർ ദ വാല്യൂ ക്യാൻ നെവർ ബി ചേഞ്ച്ഡ്. ആക്സസ് മോഡിഫയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കോൺസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ ഒരിക്കലും ചേഞ്ച് ആകില്ല. അതാണ് ഈ കോൺസ്റ്റ് എന്നതിൻ്റെ കീവേഡിൻ്റെ പ്രത്യേകത. ആ കീവേഡിനെയാണ് ആക്സസ് മോഡിഫയർ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് പറയുമ്പം ടൈപ്പ് മോഡിഫയേഴ്സ് എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ലോങ്, ഷോർട്ട്, സൈൻഡ്, അൺസൈൻഡ്. ഇത് 100% ഷുവർ, 1000% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ടൈപ്പ് മോഡിഫയേഴ്സ് എന്താണ് എന്ന ചോദ്യം വരും. അതുപോലെ മൾട്ടി ലൈൻ കോമൻറ്റ്സ്. മൾട്ടി ലൈൻ കോമൻറ്റ്സ് എന്ന് പറയുന്നത് സ്ലാഷ് ഇട്ട് ഒരു സ്റ്റാർ സിമ്പിൾ, പിന്നെ ഡേറ്റ ഇതിനുള്ളിൽ എഴുതി, പിന്നെ ഒരു സ്റ്റാർ ഇട്ട് ഒരു സ്ലാഷ് സിമ്പിൾ. സോ ഇതാണ് മൾട്ടി ലൈൻ കമൻറ്റ് എഴുതേണ്ട രീതി. ഇത് 2017, 18, 20, 19, 21 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈ കോമൻറ്റ്സ് എന്താണെന്ന്. വാട്ട് യു മീൻ ബൈ കമൻറ്റ്? എന്താണ് കമൻറ്റ്? നോൺ എക്സിക്യൂട്ടബിൾ സ്റ്റേറ്റ്മെൻറ്റ് ആഡഡ് ഇൻ എ പ്രോഗ്രാം ഈസ് നോൺ ആസ് കമൻറ്റ്സ്. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാത്ത സ്റ്റേറ്റ്മെൻ്റ് ആണ് കമൻറ്റ്സ് എന്ന് പറയുന്നത്. അതുപോലെ ടൈപ്സ് ഓഫ് കമൻറ്റും ചോദിച്ചു. സിംഗിൾ ലൈൻ കമൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ദ ക്യാരക്ടേഴ്സ്, അതായത് ഈ സ്ലാഷ് സിമ്പിൾ, ദ ക്യാരക്ടേഴ്സ്, ഈ 2 സിമ്പിൾ ഈസ് യൂസ്ഡ് ടു റൈറ്റ് സിംഗിൾ ലൈൻ കമൻറ്റ്. ആൻഡ് മൾട്ടി ലൈൻ കമൻറ്റ് പറയുമ്പം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത്. ഓക്കെ, അതുപോലെ ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുന്നത് വാട്ട് ആർ ദ വേസ് ടു ആഡ് കമൻറ്റ്സ്, അങ്ങനെ. ഓക്കെ, ടൈപ്പ് മോഡിഫയേഴ്സ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, 1000% ഷുവർ ആണ്. ഓക്കെ, നെക്സ്റ്റ് 2019 ഒരു 1 വേർഡ് ചോദിച്ചതാണ്. ദ പ്രയോറിറ്റി ദാറ്റ് C++ ഗീവ്സ് ടു ദ ഓപ്പറേറ്റർ ഫോർ എക്സിക്യൂഷൻ ഈസ് കോൾഡ് ഡാഷ്. അപ്പോൾ അതിൻ്റെ ആൻസർ പ്രിസിഡൻസ് ആണ്. C++ ആദ്യത്തെ മുൻഗണന ഓപ്പറേറ്ററിന്, എക്സിക്യൂഷൻ ടൈമിൽ ഓപ്പറേറ്ററിന് നൽകുന്ന ആ ഒരു പ്രയോറിറ്റീനെ എന്താണ് അറിയപ്പെടുന്നത്? പ്രിസിഡൻസ് എന്നാണ് അറിയപ്പെടുന്നത്. PRECEDENCE. ഓക്കെ, 2019 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, റിപ്പീറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫോർ C++, ദ വാല്യൂ ഓഫ് എ വേരിയബിൾ p/1. അതിൻ്റെ ഇടയ്ക്കൊരു വേർഡുണ്ട്, അത് ഞാൻ വോയിസ് ടൈപ്പിംഗ് ആണ് ചെയ്തത്, അപ്പം അതിൻ്റെ ഇടയ്ക്ക് മിസ്സായി പോയതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്.
4 C++, എന്ത് വേണം? സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് ടു ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് നമ്മൾ പഠിച്ചതാണല്ലേ. P++, P അങ്ങനെ കുറേ നമ്മൾ പഠിച്ചതാണ്. P + = 1, അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ 1, P അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ P+1 എന്ന കുറേ ഇത് പഠിച്ചതാണ്. സോ ആ സംഭവം തന്നെയാണ് ക്വസ്റ്റ്യൻ. 4 C++ സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. എന്തിനു വേണ്ടി? ടു ഇൻക്രിമെൻറ്റ് ദ വാല്യൂ ഓഫ് എ വേരിയബിൾ. ഇപ്പോൾ ഇവിടെ ഞാൻ P എന്ന് പറഞ്ഞെങ്കിലും ഇറ്റ് ക്യാൻ ബി ഐദർ Q, X, A or anything. Okay, to increment the value of a variable P by 1 ഒരു വാല്യൂ കൂട്ടാനായിട്ട് നമ്മൾ 4 സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക. സോ അതെങ്ങനെയാണ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്? ഫസ്റ്റ് വൺ P++, സെക്കൻഡ് ++P, അടുത്ത P പ്ലസ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ 1, P അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ P+1. സോ ഇത് ഇത്രയും നിങ്ങൾ പഠിച്ച് വെക്കുക. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാൽ ഹൈലി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇൻക്രിമെൻറ്റ് ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ, അതുപോലെ തന്നെ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ഉണ്ട്. അതാകുമ്പം ഇവിടെ മൈനസ് മാർക്ക് വരും. ഈ പ്ലസ് ഇട്ടിരിക്കുന്നിടത്തെല്ലാം മൈനസ് മാർക്ക് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് പറയുമ്പം ടൈപ്പ് കൺവേർഷൻ. ഇത് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. ടൈപ്പ് കൺവേർഷൻ, ഇംപ്ലിസിറ്റ് ആൻഡ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ ആണുള്ളത്. ദ ഡേറ്റ ടൈപ്പ് ഓഫ് വൺ ഓപ്പറൻറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഇൻറ്റു അനദർ ടൈപ്പ്. അതിനെയാണ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് കൺവേർഷൻ എന്ന് പറയുന്നത് ഇംപ്ലിസിറ്റ് ഉണ്ട്, എക്സ്പ്ലിസിറ്റ് ഉണ്ട്. ഇംപ്ലിസിറ്റ് എന്ന് പറയുമ്പം ടൈപ്പ് പ്രൊമോഷൻ എന്ന് അറിയപ്പെടും. എക്സ്പ്ലിസിറ്റിനെ ടൈപ്പ് കാസ്റ്റിംഗ് എന്നും അറിയപ്പെടും. 1 വേർഡിന് ചോദിക്കാൻ സാധ്യതയുണ്ട്, ഓർത്ത് വെക്കുക. അപ്പം ഇംപ്ലിസിറ്റിൽ എന്താണ്? ഇൻ ദിസ് കൺവേർഷൻ ദ കൺവേർഷൻ ഈസ് ഓൾവേസ് ഫ്രം എ ലോവർ ടൈപ്പ് ടു ഹയർ ടൈപ്പ്. ലോവർ ടൈപ്പിൽ നിന്നും ഹയർ ടൈപ്പിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനാണ് ഇംപ്ലിസിറ്റ് എന്നത് പറയുന്നത്. സോ ഇംപ്ലിസിറ്റിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ A എന്നൊരു വാല്യൂ ഇൻറ്റ് ആണ്, അതായത് ഇൻറ്റിജർ ആണ്. B എന്നത് വാല്യൂ ക്യാറാണ്, ക്യാരക്ടറാണ്. സോ നമുക്കറിയാം ഇതിൽ ഹയർ വാല്യൂ ഏതിനാണ്? ഒബ്വിയസ്ലി ഇൻറ്റിനാണ്, കാരണം അതിൻ്റെ 4 ബൈറ്റ് മെമ്മറിയാണ്. ക്യാറിന് 1 ബൈറ്റ് മെമ്മറിയേ ഉള്ളൂ. സോ ഈ എയും ബിയും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത്? ക്യാർ വാല്യൂ ആയിരിക്കും, ഇൻ വാല്യൂ ആയിരിക്കുമോ? ഹയർ ടൈപ്പ് വാല്യൂ ആയിരിക്കും, അതായത് ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും കിട്ടുന്നത്. സോ ഇതാണ് ഇംപ്ലിസിറ്റ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുമ്പം ടൈപ്പ് കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് എന്ന് പറയുന്നത് പോലെ ആ വേർഡ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദി യൂസർ ക്യാൻ ഡിസൈഡ് വിച്ച് ടൈപ്പ് ഓഫ് ഡേറ്റ ഈസ് നീഡഡ്. ഇപ്പോൾ ഇവിടെ ഇൻറ്റ് ക്യാർ ടൈപ്പ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇൻറ്റിലേക്ക് മാറും. പക്ഷേ എനിക്കത് ക്യാർ ആക്കണമെങ്കിൽ അതെൻ്റെ യൂസറിൻ്റെ ഡിസിഷനാണ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നത്. അതാണ് എക്സ്പ്ലിസിറ്റ് കൺവേർഷൻ അല്ലെങ്കിൽ ടൈപ്പ് കാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ യൂസറാണ് ഇൻവോൾവ് ചെയ്യുന്നത്. മറ്റേത് ഓട്ടോമാറ്റിക്കലി ഹയർ ടൈപ്പിലോട്ട് പോകുന്നതാണ്. ദ 2 ടൈപ്സ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. റൈറ്റ് എ C++ പ്രോഗ്രാം ടു ഡിസ്പ്ലേ ദ മെസ്സേജ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് ആരോഗ്യത്തിന് ഹാനികരം എന്നൊരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യാൻ ഒരു പ്രോഗ്രാം എഴുതുക. അതിൻ്റെ നമ്മൾ എഴുതേണ്ട സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആദ്യം സ്ട്രക്ചർ ഓഫ് C++ പ്രോഗ്രാം എങ്ങനെയാണ്? ഹാഷ് ഇൻക്ലൂഡ് എഴുതുന്നു, ഹാഷ് ഇൻക്ലൂഡ് iOS സ്ട്രീം യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ്, അത് കഴിഞ്ഞ് കോമ ഇടണം, അത് കഴിഞ്ഞ് ഇൻറ്റ് മെയിൻ മറ്റേ ഇതിടാൻ മറക്കല്ല്, കേളി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് Cout കൺസോൾ ഔട്ട്പുട്ട്. സ്ക്രീനിൽ എന്താണ് എഴുതി കാണിക്കേണ്ടത്? 2 ഓപ്പറേറ്റർ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തന്ന സ്റ്റേറ്റ്മെൻറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി അത് കഴിഞ്ഞ് ഇൻവേർട്ടഡ് ഡബിൾ ഇൻവേർട്ടഡ് കോഡ്സ് ക്ലോസ് ചെയ്യുന്നു, സെമി കോളൻ അവിടെ യൂസ് ചെയ്യുന്നു, കേളി ബ്രാക്കറ്റ്സ് വീണ്ടും ക്ലോസ് ചെയ്യുന്നു. സോ ഇത്രയാണ്. അപ്പോൾ അതൊക്കെ നോക്കി വെച്ചിട്ട് പോവുക. അതൊരു വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ റൈറ്റ് എ പ്രോഗ്രാം ടു ഫൈൻഡ് ദ ഏരിയ ആൻഡ് പെരിമീറ്റർ ഓഫ് എ സർക്കിൾ. ഒരു സർക്കിളിൻ്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാനായിട്ട് പ്രോഗ്രാം എഴുതാനുള്ള ചോദ്യം മിക്ക വർഷങ്ങളിലും ചോദിക്കാറുള്ളതാണ്. ഓക്കെ, അത് പഠിക്കാൻ പറ്റുന്നവർ പഠിക്കുക. പഠിക്കാൻ പറ്റാത്ത പ്രശ്നമൊന്നുമില്ല, അത് എളുപ്പമാണ്, നിങ്ങളും പഠിച്ചാൽ മതി, വേറെ കാര്യമൊന്നുമില്ല. നെക്സ്റ്റ് 2 ടൈപ്സ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ 2 ടൈപ്പാണ് അടുത്തത്. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. സോ
ടോട്ടൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് രണ്ടെണ്ണമാണ്. ഒന്നുകിൽ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ വേറൊരു നെയിമിൽ പറയും, അതാണ് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്. അതുപോലെ ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റിനെ മറ്റൊരു പേരിൽ പറയും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന്. ഓക്കെ, സോ ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം ദ സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ്ഡ് ഫോർ സെലക്റ്റഡ് എക്സിക്യൂഷൻസ് ആർ നോൺ ആസ് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ്. ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റിന് എക്സാമ്പിളാണ് ഇഫും, അല്ലെങ്കിൽ എക്സാമ്പിൾ അല്ല, ഡിഫറെൻറ്റ് ഡിസിഷൻ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇഫും സ്വിച്ചുമാണ്. ഓക്കെ, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫോർ ഉണ്ട്, വൈലുണ്ട്, ഡു വൈലുണ്ട്. ഓക്കെ, അതിൽ എൻട്രി കൺട്രോളും വരും, എക്സിറ്റ് കൺട്രോളും വരും ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. അത് നോക്കിയിട്ട് പോവുക. ആ ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് 1000% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്, ഫോർ ലൂപ്പ് വൈൽ ലൂപ്പ് യൂസ് ചെയ്ത് പ്രോഗ്രാം റീറൈറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുമ്പം സിൻടാക്സ് ഓഫ് ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് 2021 ഹൈലൈറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ സിൻടാക്സ് നോക്കി വെക്കുക. ഓക്കെ, അപ്പോൾ സിൻടാക്സ് എന്ന് പറയുമ്പം ആദ്യം എന്താണ് C++ൻ്റെ മെയിൻ സ്ട്രക്ചർ എഴുതുക. അത് കഴിഞ്ഞ് സിൻടാക്സ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇവിടെ തൊട്ട് എഴുതിയാൽ മതി. ഇഫ് കണ്ടീഷൻ 1, ഇതാണ് ഇഫ് എൽസിൻ്റെ ഇതാണ് കണ്ടീഷൻ 1 കണ്ടീഷൻ. ഓക്കെ, കർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു, സ്റ്റേറ്റ്മെൻറ്റ് 1 ക്ലോസ് ചെയ്യുന്നു, എൽസ് വീണ്ടും ഓപ്പൺ ചെയ്യുന്നു, സ്റ്റേറ്റ്മെൻറ്റ് 2 ക്ലോസ് ചെയ്യുന്നു. സോ ഇത്രയേ ഉള്ളൂ സിൻടാക്സ്. അത് നോക്കി വെക്കുക. എന്താണ് നെസ്റ്റഡ് ഇഫ്? അത് 2022 ചോദിച്ചതാണ്, 2020 ചോദിച്ചതാണ്, 18 ചോദിച്ചതാണ്. എന്താണ് നെസ്റ്റഡ് ഇഫ് എന്ന ക്വസ്റ്റ്യൻ? An if statement contain another if statement. Inside it is known as nested if. ഇത്രയേ ഉള്ളൂ. ഒരു സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ, ഒരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റിനുള്ളിൽ മറ്റൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതാണ് നെസ്റ്റഡ് ഇഫ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് എഴുതാൻ ചിലപ്പോൾ പ്രോഗ്രാമിംഗ് ചോദിക്കും, അത് നോക്കിയിട്ട് പോവുക. ദ വേരിയബിൾ വിച്ച് കൺട്രോൾസ് എ ലൂപ്പ് ഈസ് കോൾഡ് ഡാഷ് വേരിയബിൾ. അത് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ ആണ്. ഓക്കെ, ദ വേരിയബിൾ വിച്ച് കൺട്രോൾസ് എ ലൂപ്പ് ഈസ് കോൾഡ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ. അതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് യൂസ്ഡ് വെൻ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് ഈസ് നീഡഡ് ഇൻ എ പ്രോഗ്രാമിംഗ്. മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് നീഡഡ് ആവശ്യകത ഉണ്ടാകുമ്പം എന്താണ് യൂസ് ചെയ്യുന്നത്? അത് എൽസ് ഈഫ് ലാഡർ ആണ്. ഓക്കെ, എൽസ് ഈഫ് ലാഡർ ആണ് യൂസ് ചെയ്യുന്നത്. റൈറ്റ് എ പ്രോഗ്രാം ടു പ്രിൻറ്റ് ദ ഡേ ഇൻ എ വീക്ക്, അങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വരുമ്പം സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. ദ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് ഓൾസോ യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്. മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിന് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യും. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എൽസ് ഈഫ് ലാഡർ. എൽസ് ഈഫ് ലാഡറിന് പകരമായിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊരെണ്ണമാണ് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്. അത് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിന് യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്തത് എൽസ് ഈഫ് ലാഡറും സ്വിച്ചും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ഇയറിൽ 3 മാർക്കിനും അതുപോലെ തന്നെ 5 മാർക്കിനും ഒരു വർഷം 5 മാർക്കിന് വരെ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ ഇത് നിങ്ങൾ നോക്കിയിട്ട് പോവുക. എൽസ് ഈഫ് ലാഡർ സ്വിച്ച് നോക്കിയിട്ട് പഠിച്ചിട്ട് തന്നെ പോവുക. ഓക്കെ, എൽസ് ഈഫ് ലാഡർ എന്ന് പറയുമ്പം ഇറ്റ് പെർമിറ്റ്സ് മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്. എൽസ് ഈഫ് ലാഡർ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് പെർമിറ്റ് ചെയ്യും. ഓക്കെ, വിച്ച് കളർ ഈസ് ഗുഡ്? ഐ എം ജസ്റ്റ് സെലക്ടിങ് വൺ. ഓക്കെ, എൽസ് ഈഫ് ലാഡർ മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ്ങിന് ഹെൽപ്പ് ചെയ്യും. സ്വിച്ചും മൾട്ടിപ്പിൾ ബ്രാഞ്ചിങ് പെർമിറ്റ് ചെയ്യുന്നു. എൽസ് ഈഫ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇവാലുവേറ്റ് എനി റിലേഷണൽ ഓർ ലോജിക്കൽ എക്സ്പ്രഷൻ. റിലേഷണൽ അല്ലെങ്കിൽ ലോജിക്കൽ എക്സ്പ്രഷനെ ഇവാലുവേറ്റ് ചെയ്യും. സ്വിച്ച് എന്ന് പറയുമ്പം അത് കണ്ടീഷൻ വിത്ത് ഇക്വാളിറ്റി ഓപ്പറേറ്റർ. ഇക്വാളിറ്റി ഓപ്പറേറ്റർ ഉള്ള കണ്ടീഷൻസ് മാത്രമാണത് ചെക്ക് ചെയ്യുന്നത്. വെൻ നോ എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ട്രൂ. എൽസ് ഈഫിൻ്റെ കാര്യം പറയുകയാണ്. നോ എക്സ്പ്രഷൻ, ഒരു എക്സ്പ്രഷനും ട്രൂ ആയിട്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ എൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, മറ്റേ സ്വിച്ചിൽ എന്താണ്? വെൻ നോ മാച്ച് ഈസ് ഫൗണ്ട് ദ ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ്. ഡിഫോൾട്ട് സ്റ്റേറ്റ്മെൻ്റ് ആണ് എക്സിക്യൂട്ട്. ഡിഫോൾട്ട് എന്ന ആൻസർ ആയിട്ട് വരും.
എക്സിക്യൂട്ട് ചെയ്യും. സോ ഇത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ആ ഒരു പോർഷൻ. അതായത് വെൻ നോ മാച്ച് ഇസ് ഫൗണ്ട് ഇൻ സ്വിച്ച് ദ ഡാഷ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് എക്സിക്യൂട്ടഡ്. അവിടെ ആൻസർ ഇതാണ്, ഡിഫോൾട്ട്. സോ ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെക്കുക, 1 മാർക്കും കളയല്ല. അടുത്ത പ്രോഗ്രാം കൺട്രോൾ ഓട്ടോമാറ്റിക്കലി ഗോസ് ഔട്ട് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് എ ബ്ലോക്ക് ഓർ സ്റ്റേറ്റ്മെൻറ്റ്. എവിടെ? എൽസ് ഇഫ് ലാഡറിൽ. എന്നാൽ സ്വിച്ചിലാകുമ്പോൾ ബ്രേക്ക് സ്റ്റേറ്റ്മെൻറ്റ് റിക്വേർഡ് ആണ് പ്രോഗ്രാം കൺട്രോൾ ഗോസ് ഔട്ട് ചെയ്യണമെങ്കിൽ. ഓക്കെ, നോക്കിയിട്ട് പോവുക. അത് കഴിഞ്ഞ് വരുന്നതാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുമ്പം ഞാൻ ഓൾറെഡി പാർട്ട് 1 വീഡിയോയിൽ പറയുന്നതാണ്. അതിനെയാണ് ടെർണറി ഓപ്പറേറ്റർ എന്ന് അറിയപ്പെടുന്നത്. ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കോളൻ ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. സോ അതിൻ്റെ സിൻടാക്സ് 2019 അതുപോലെ തന്നെ 20 21 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ഇപ്പം സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന കുട്ടികൾക്കും അറിയാം. അവരുടെ വരെ ഇപ്പോൾ കഴിഞ്ഞ ഹാഫ് ഇയർലി എക്സാമിനായാലും എല്ലാത്തിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്താണെന്ന്. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു ക്വസ്റ്റ്യൻ. സോ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഇസ് എ ടെർണറി ഓപ്പറേറ്റർ. ഇറ്റ് യൂസസ് എ സിമ്പിൾ. ഈ ഒരു സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. അതിന് 3 ഓപ്പറൻഡ് ഉണ്ട്. അതിൻ്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഇതാണ്, ഈ ഒരു പോർഷനാണ്. ടെസ്റ്റ് എക്സ്പ്രഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, ട്രൂ കേസ് അല്ലെങ്കിൽ ഫോൾ കേസ്. സോ ഇതാണ് സംഭവം. ഇതിൻ്റെ ഒരു ലിവിങ് ലൈഫ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ മാർക്ക് 2018 ആണ്. മാർക്ക് എന്ന് പറയുന്നത് 18 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് യു ഹാവ് പാസ്ഡ്, നിങ്ങൾ പാസ്സായിരിക്കുന്നു. അതല്ല എങ്കിൽ ഫെയിൽഡ്. സോ ഇത്രയാണ് സംഭവം. സോ അത് എഴുതാൻ പഠിച്ചിരിക്കുക. ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ദ സ്റ്റേറ്റ്മെൻറ്റ് യൂസ്ഡ് ടു പെർഫോം റിപ്പീറ്റഡ് എക്സിക്യൂഷൻ ഓഫ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആർ നോൺ ആസ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്. റിപ്പീറ്റഡ് എക്സിക്യൂഷൻ പെർഫോം ചെയ്യാൻ വേണ്ടിയാണ് ലൂപ്പിംഗ് ഇറ്ററേഷൻ സ്റ്റേറ്റ്മെൻറ്റ്. എൻട്രി കൺട്രോൾഡ് ലൂപ്പും ഉണ്ട്, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും ഉണ്ട്. ഇനി ലൂപ്പിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് 2018, 22, 23 വരെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും ചോദിക്കുന്നതാണ്. ഇത് ഹൈലി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 1000% ഷുവറാണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മാർക്ക് നിങ്ങളുടെ കയ്യിരിക്കും. കമ്പോണൻസ് ഓഫ് എ ലൂപ്പ് എന്ന് പറയുന്നത് ഇനിഷ്യലൈസേഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അപ്ഡേഷൻ. സോ ഇത്രയാണ് കമ്പോണൻസ് ഓഫ് എ ലൂപ്പ് വരുന്നത്. അടുത്ത ടൈപ്സ് ഓഫ് ലൂപ്പ് എന്നൊരു ക്വസ്റ്റ്യൻ. ടൈപ്സ് ഓഫ് ലൂപ്പ് എന്ന് പറയുമ്പോൾ എൻട്രി കൺട്രോൾഡ് ലൂപ്പുണ്ട്, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പുണ്ട്. അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വന്നിരിക്കും. നിങ്ങൾ അവിടെ പേപ്പറിൽ ചെല്ലുമ്പം ക്വസ്റ്റ്യൻ കാണുമ്പം ഓർത്താൽ മതി ഞാൻ ഇവിടെ പറഞ്ഞു എന്നത്. എൻട്രി കൺട്രോൾഡ് ലൂപ്പും എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പും, അല്ലെങ്കിൽ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന് എക്സാമ്പിൾ എഴുതുക. അതിന് ആൻസറാണ് ഡു വൈൽ. ഓക്കെ, ഡു വൈൽ എന്നത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന് എക്സാമ്പിൾ ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസും നോക്കും. എൻട്രി കൺട്രോൾ എന്ന് പറയുമ്പം കണ്ടീഷൻ ആദ്യം ചെക്ക് ചെയ്യും, അതിനുശേഷം ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യും. എക്സാമ്പിൾ വൈലും ഫോർ ലൂപ്പും ആണ്. എക്സിറ്റ് കൺട്രോൾ എന്ന് പറയുമ്പോൾ ബോഡി ആദ്യം ചെക്ക് ചെയ്യും, എന്നതിന് ശേഷമേ കണ്ടീഷൻ ചെക്ക് ചെയ്യത്തുള്ളൂ. ഓക്കെ, എവിടാണ് എക്സിക്യൂഷൻ ഓഫ് ബോഡി അറ്റ്ലീസ്റ്റ് ടേക്ക് പ്ലേസ് വൺസ് ചെയ്യുന്നത്? അങ്ങനെ ഒരു വർഷം ചോദിച്ചു, 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ലൂപ്പ് ദ എക്സിക്യൂഷൻ ഓഫ് ദ ബോഡി അറ്റ്ലീസ്റ്റ് ടേക്ക് പ്ലേസ് വൺസ്? അത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിലാണ്. അടുത്ത ഓരോ ലൂപ്പിൻ്റെയും സിൻടാക്സ് പഠിച്ചു വെക്കുക, കാരണം റീറൈറ്റ് ചെയ്യാൻ ചോദിക്കും. വൈൽ ലൂപ്പ് എന്താണെന്ന് പഠിച്ചു വെക്കുക. ഇറ്റ് ഈസ് എൻ എൻട്രി കൺട്രോൾ ലൂപ്പ് ആൻഡ് കണ്ടീഷൻ ഈസ് ചെക്ക്ഡ് ആൻഡ് ദെൻ ദ ബോഡി ഈസ് എക്സിക്യൂട്ടഡ്. ഫോർ ലൂപ്പിൻ്റെ സിൻടാക്സ് ഇവിടെ കാണിക്കാൻ കാരണം ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പറും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. ഈ ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വയ്ക്കുമോ, നിങ്ങൾ നിരാശരാവില്ല പഠിച്ചിട്ട് പോയാൽ. എന്താണ് ഫോർ ലൂപ്പ്? ഫോർ ലൂപ്പ് ഈസ് ആൻ എൻട്രി കൺട്രോൾ ലൂപ്പ്. ഫോർ ലൂപ്പും ഒരു എൻട്രി കൺട്രോൾ ലൂപ്പാണ്. എല്ലാ 3 കമ്പോണൻസ് ഓഫ് ലൂപ്പും ഒരുമിച്ചാണ് പ്ലേസ് ടുഗദർ ചെയ്യുന്നത്. നോക്കൂ, 4 കഴിഞ്ഞ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, ഇനിഷ്യലൈസേഷൻ, സെമികോളൻ, കണ്ടീഷൻ, സെമികോളൻ, അപ്ഡേഷൻ. അത് കഴിഞ്ഞ് ബ്രാക്കറ്റ് ഓപ്പൺ, കർലി ബ്രാക്കറ്റ്സ് ഓപ്പൺ ചെയ്യുന്നു, ബോഡി ഓഫ് ലൂപ്പ് എഴുതുന്നു, ബ്രാക്കറ്റ്സ് ക്ലോസ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇവിടെ ഒരു പ്രോഗ്രാം എഴുതിക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര സിമ്പിളാണെന്ന് മനസ്സിലാവും. ഫോർ i = 1, i ലെസ്സർ ഓർ ഈക്വൽ ടു 10 ആണെങ്കിൽ വീണ്ടും i ++ ചെയ്ത് എഴുതുക. അങ്ങനെ സി ഔട്ട് വീണ്ടും ആയി. അപ്പോൾ അങ്ങനെ 1 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ് പ്രിൻറ്റ് ചെയ്യാനുള്ള ഒരു ഇതാണ് എഴുതിക്കണത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കി വെച്ചിട്ട് പോവുക. ഡു വൈൽ എന്ന് പറയുമ്പം അടുത്ത ഡു വൈലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതൊരു എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പാണ്.
അവിടെ ബോഡി ഓഫ് ദി ലൂപ്പ് ആദ്യം എക്സിക്യൂട്ട് ചെയ്യും, അതിനുശേഷമാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. അതിൻ്റെ സിൻടാക്സ് നോക്കി വെച്ചിട്ട് പോകാം. നെക്സ്റ്റ് പറയുമ്പം കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജസ്, ചാപ്റ്റർ 8ലേക്കാണ് നമ്മൾ കടക്കുന്നത്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കി വെക്കുക. റിസോഴ്സ് ഷെയറിംഗ് ഉണ്ട്, എക്കണോമിക്കലാണ്, കമ്മ്യൂണിക്കേഷൻ, റിലയബിലിറ്റി, സ്കാലബിലിറ്റി, ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വരുന്നത്. അടുത്ത എനി ഡിവൈസ് കണക്റ്റഡ് ടു അവർ നെറ്റ്വർക്ക് ഈസ് കോൾഡ് ഡാഷ്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു, ഒരു വർഷത്തെ 2019 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരുന്നു. നോഡ് എന്നാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത ഡാഷ് ഈസ് ദ അൺവാണ്ടഡ് സിഗ്നൽസ് ദാറ്റ് ലോവേഴ്സ് ദ ക്വാളിറ്റി ഓഫ് എ ഡേറ്റ സിഗ്നൽ. അതിന് നോയ്സ് എന്നാണ് പറയുന്നത്. പിന്നെ ബാൻഡ് വിഡ്ത്ത് എന്താണ്? ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഡേറ്റ ദാറ്റ് ക്യാൻ ബി സെൻഡ് ഓവർ എ മീഡിയം ഇൻ എ ഗീവൺ എമൗണ്ട് ഓഫ് ടൈമിനുള്ളിൽ സെൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് ബാൻഡ് വിഡ്ത്ത്. ഡേറ്റ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിന് ഡിഫറെൻറ്റ് കോമ്പോണൻസ് എന്തൊക്കെയാണെന്നത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സെൻഡർ, റിസീവർ, മെസ്സേജ്, മീഡിയം, പ്രോട്ടോകോൾ, ഇതൊക്കെയാണ്. അടുത്ത UTP, STP, ഇത് രണ്ടും കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കണക്ടർ RJ45 ആണ് കണക്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കണക്ടർ. അത് ട്വിസ്റ്റഡ് പെയറിന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് പറയുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മീഡിയയിൽ വരുമ്പോഴാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗൈഡഡ് മീഡിയ, അൺഗൈഡഡ് മീഡിയ വരുന്നത്. നെക്സ്റ്റ് ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്? അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിയിട്ട് പോവുക, കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ്. അതുപോലെ കമ്പയർ ഹബ് ആൻഡ് സ്വിച്ച്, ഹബും സ്വിച്ചും. ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ മീഡിയ എന്ന് പറയുമ്പോൾ കുറേ ഉണ്ട്, അൺഗൈഡഡ് മീഡിയാസും അതുപോലെ തന്നെ പല എന്താണ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എന്ന് പറയുമ്പം NIC, അവർ എൻ്റെയർ ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള ആ ഒരു എൻ്റെയർ പേജ് ഇമ്പോർട്ടൻ്റ് ആണ്. NIC, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ്. അതുപോലെ ഹബ്, സ്വിച്ച്, റിപ്പീറ്റർ, ബ്രിഡ്ജ്, ഗേറ്റ്വേ, റൂട്ടർ, ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിന് എക്സാമ്പിളാണ്. അത് ഫുള്ളും പഠിച്ചുകൊണ്ട് പോവുക, കാരണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഡിഫറെൻറ്റ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എന്താണെന്നുള്ളത് 1000% ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതിൽ നിന്ന് 2 എണ്ണത്തിനെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാനോ ഡിഫറൻഷിയേറ്റ് ചെയ്യാനോ 2 ക്വസ്റ്റ്യനെങ്കിലും ഈ ഒരു പോർഷനിൽ നിന്ന് കാണാം. കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിൻ്റെ എക്സാമ്പിൾസിൽ നിന്നും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് ഹബും സ്വിച്ചും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. 21-ലും 20-ലും 18-ലും 19-ലും ഒക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഹബും സ്വിച്ചും തമ്മിലുള്ളൊരു കമ്പാരിസൺ. അതുപോലെ ബ്രിഡ്ജും ഗേറ്റ്വേയും തമ്മിലുള്ള ഒരു ഡിഫറൻഷിയേറ്റ്. റിപ്പീറ്ററിൻ്റെ ഉപയോഗം എന്തുകൊണ്ടാണ് നമ്മൾ റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത്, അല്ലെ വാട്ട് ഈസ് ദ യൂസ് ഓഫ് റിപ്പീറ്റർ, അതായത് ആംപ്ലിഫയറിൻ്റെ യൂസേജ്. അതുപോലെ റൂട്ടറും ഗേറ്റ്വേയും തമ്മിലുള്ളൊരു ഡിഫറൻഷിയേറ്റ്, അല്ലെങ്കിൽ ബ്രിഡ്ജ്, ഗേറ്റ്വേ, റൂട്ടർ, ഈ 3 എണ്ണം തമ്മിലുള്ള ഡിഫറൻഷിയേറ്റും ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ ഇത്രയും കമ്മ്യൂണിക്കേഷൻ ഡിവൈസസിനെ കുറിച്ച് നിങ്ങൾ നോക്കി പഠിച്ചിട്ട് പോകുക. അടുത്ത് പറയുമ്പോൾ വാട്ട് ഡു യു മീൻ ബൈ ടോപ്പോളജി? എന്താണ് ടോപ്പോളജി? ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോപ്പോളജീസ് എന്തൊക്കെയാണ്? എന്താണ് ടോപ്പോളജി? ദ വേ ഇൻ വിച്ച് കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ഇൻ എ നെറ്റ്വർക്ക്, അതാണ് ടോപ്പോളജി. ഇത് 2020, 21, 19-ലൊക്കെ ഈ ഒരു ഡെഫിനിഷൻ ചോദിച്ചതാണ്. ടോപ്പോളജി എന്താണെന്നുള്ളത്. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോപ്പോളജി ഉണ്ട് അല്ലേ? ബെസ്റ്റ് ടോപ്പോളജി ഉണ്ട്, സ്റ്റാർ ടോപ്പോളജി ഉണ്ട്, മെഷ് ടോപ്പോളജി ഉണ്ട്. So what do you mean by topology? Explain any 2 types of topology with its merits and demerits എന്ന് ചോദിക്കും. അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ ലിസ്റ്റ് ഔട്ട് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് എ ബെസ്റ്റ് ടോപ്പോളജി, അതുപോലെ സ്റ്റാർ ടോപ്പോളജി, മെഷ് ടോപ്പോളജി, അങ്ങനെയൊക്കെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. സോ അത് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു പോകാം. മെറിറ്റും ഡിമെറിറ്റും കറക്റ്റായിട്ട് നോക്കി വെച്ചിട്ട് പോവുക. കാരണം ടോപ്പോളജി എന്ന പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എല്ലാ പ്രാവശ്യവും ടോപ്പോളജിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്നത് ഷുവറാണ്. ഇനിയിപ്പം ആര് ക്വസ്റ്റ്യൻ ഇട്ടാലും ടോപ്പോളജിയിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കാണും, ഉറപ്പാണ്. അതുപോലെ മോഡം, ഡേറ്റ ടെർമിനൽ എക്വിപ്മെൻ്റ് ആണ് DTE. ഇറ്റ് ഈസ് എ ഡിവൈസ് ദാറ്റ് കൺട്രോൾ ഡേറ്റ ഫ്ലോ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ആണ്. മോഡം എന്താണ്? മോഡുലേഷൻ ആൻഡ് ഡിമോഡുലേഷൻ ആണ്. അത് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ത്രൂ ടെലിഫോൺ ലൈൻസിനാണ് മോഡം സഹായിക്കുന്നത്. അതുപോലെ to transmit signals from multiple devices through a single communication channel simultaneously we use multiplexer. ആ ഒരു ടേം നോക്കി വെക്കുക. അതായത് മൾട്ടിപ്പിൾ ഡിവൈസസിൽ നിന്ന്
സിഗ്നലിനെ ട്രാൻസ്മിറ്റ് ചെയ്ത് ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ചാനൽ വഴി കടത്തിവിടണമെങ്കിൽ നമ്മൾ മൾട്ടിപ്ലെക്സറാണ് യൂസ് ചെയ്യുന്നത്. അടുത്ത ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. പാൻ ഉണ്ട്, അതായത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. അതുപോലെ ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ പറയുന്നത് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. പാൻ, ലാൻ, മാൻ. 2017, 20, 21, 22, 23 ഇപ്പോൾ കഴിഞ്ഞ ഫൈനൽ വരെ എല്ലാം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. സോ നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ പാൻ? എക്സ്പ്ലെയിൻ ദ ലാൻ. എന്താണ്? കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക്? എക്സ്പ്ലെയിൻ അബൌട്ട് ഇറ്റ്. അപ്പോൾ അത് മാൻ ആണ്. അതുപോലെ ടെലിഫോൺ നെറ്റ്വർക്ക്, റെയിൽവേ നെറ്റ്വർക്ക്, അതെല്ലാം വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്, വാൻ ആണ്. നെറ്റ്വർക്ക് വിത്തിൻ അവർ സ്കൂള് എന്താണെന്ന് ചോദിക്കും, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുക, അത് ലാൻ ആണ്, ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ്. വിത്തിൻ അവർ ഹോം ആകുമ്പോൾ അത് പാൻ ആണ്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. സോ ഇത് നോക്കുക. അടുത്ത പറയുമ്പം നോക്കട്ടെ, TCP/IP. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ ഇൻ എ നെറ്റ്വർക്ക്. എങ്ങനെ നമുക്കൊരു നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടറിനെ ഐഡൻറ്റിഫൈ ചെയ്യാം? അത് മീഡിയ ആക്സസ് കൺട്രോൾ MAC നമ്പർ വെച്ചാണ്. അതുപോലെ IP അഡ്രസ്സ് ഉണ്ട്. IP അഡ്രസ്സ് നമ്മളെപ്പോഴും കേൾക്കുന്നതല്ലേ, ഫിലിമിലൊക്കെ കേൾക്കുന്നതാണല്ലോ, IP അഡ്രസ് ട്രേസ് ചെയ്തു എന്ന് പറയുന്നത്. അതാണ് എങ്ങനെ നമുക്ക് കമ്പ്യൂട്ടറിനെ ആക്സസ് ചെയ്യാം എന്നുള്ളതാണ്. ഒന്ന് മീഡിയ ആക്സസ് കൺട്രോൾ ആണ്, മറ്റേത് IP അഡ്രസ് ആണ്. So TCP checks the packets for errors and submit the request for retransmission. Language governing ഈ ടേമൊക്കെ നോക്കി വെക്കുക. സോ ഇതിൻ്റെ പോർഷൻ ഞാൻ ഫോട്ടോ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട റീസൺ എന്ന് പറഞ്ഞാൽ, ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്. എല്ലാ വർഷവും ഇതിൽ നിന്നൊരു ക്വസ്റ്റ്യൻ കാണുമെന്നുള്ളത് ഷുവറാണ്. ഏതിൻ്റെ ഒരെണ്ണത്തിൻ്റെയും ഫുൾ ഫോം എങ്കിലും ചോദിച്ചിരിക്കും ഈ ഇത്രയും. ഓക്കെ, സോ ഇമെയിലിനെ യൂസ് ചെയ്യുന്ന IP ഏതാണ് എന്ന ചോദ്യം റിപ്പീറ്റായിട്ട് വരുന്നതാണ്. ഒന്ന് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ് ഇമെയിലിനെ യൂസ് ചെയ്യുന്നത്. SMTP ഇമെയിലിനെ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ. അതുപോലെ TCP/IP ആണ് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ. ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ എന്താണ്? TCP/IP ആണ്, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോക്കോൾ, ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ ആണ്. HTTP ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ, അതായത് ലിസ്റ്റ് ഔട്ട് എനി 4 IP അഡ്രസ് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. FTP ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോക്കോൾ ആണ്. ഇത് 2020, 22, 17 എല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ പറയുന്നത്, കാരണം അത് തന്നെ വീണ്ടും റിപ്പീറ്റായി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത URL, യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഇറ്റ് ഈസ് എ ഫോർമാറ്റഡ് സ്ട്രിങ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ നെറ്റ്വർക്ക് റിസോഴ്സസ് ഓൺ ദ ഇൻ്റർനെറ്റ്. URLൻ്റെ 3 പാർട്സ് ആണ്. പ്രോട്ടോക്കോൾ ഉണ്ട്, ഡൊമൈൻ നെയിം ഉണ്ട്, ഫയൽ നെയിം ഉണ്ട്. പ്രോട്ടോക്കോൾ എന്ന് പറയുന്നത് നമ്മളൊരു URL ഇങ്ങനല്ലേ, http://www.dhc.government.gov എന്താണ് /result.html അല്ലേ. നമ്മുടെ റിസൾട്ട് നോക്കുന്നത് ഇങ്ങനെയാണ്. അതിൽ ഈ ഫസ്റ്റ് പാർട്ട് HTTP ഇത്രയും സംഭവമാണ് പ്രോട്ടോക്കോൾ. പിന്നെ www.dhc.kerala.government.in അത് ഡൊമൈൻ നെയിമാണ്, മറ്റേത് ഫയൽ നെയിമാണ്. സോ ഇതാണ് 3 പാർട്ട് ഓഫ് URL. URL എന്ന് പറയുന്നത് യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ ആണ്. അപ്പോൾ അതെന്താണ്, ഒരു എക്സാമ്പിൾ എഴുതുക എന്നത് 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് എന്താണ്? നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ എന്താണ്? ദ പ്രോട്ടോക്കോൾ ഇൻഡിക്കേറ്റ്സ് വാട്ട് പ്രോട്ടോക്കോൾ ടു യൂസ്, അതാണ് നെറ്റ്വർക്ക് പ്രോട്ടോക്കോൾ. ഡൊമൈൻ നെയിം എന്താണ്? ഇറ്റ് ഈസ് ദ നെയിം അസൈൻ ടു ദ സെർവർ ത്രൂ ഡൊമൈൻ നെയിം സിസ്റ്റം. ദേ ആർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ പർട്ടിക്കുലർ വെബ് പേജസ് ആണ് ഡൊമൈൻ നെയിം. ഫയൽ നെയിം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ഫയൽ ടു ബി ആക്സസ്ഡ് ഫ്രം ദ വെബ് സെർവർ സ്പെസിഫൈഡ് ബൈ ദ ഡൊമൈൻ നെയിം. സോ ഇത് 2020 19 ഇതിൻ്റെ ഡെഫിനിഷനൊക്കെ ചോദിച്ചതാണ്. ഓക്കെ, അതെല്ലാം നോക്കിയിട്ട് പോവുക. അടുത്തത് ഓക്കെ, ദ കമ്പനീസ് പ്രൈവറ്റ് നെറ്റ്വർക്ക് ഇറ്റ് ഈസ് കോൾഡ് എക്സ്ട്രാനെറ്റ്. അതെന്ന് പറഞ്ഞാൽ എക്സ്ട്രാനെറ്റും ചാപ്റ്റർ 9 നമ്മൾ വന്നിരിക്കുന്നത്. എക്സ്ട്രാനെറ്റും ഇൻട്രാനെറ്റും തമ്മിലുള്ള കമ്പാരിസൺ. ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് ആരാണ്? വിൻഡൻ ഗ്രേ സർഫ് ആണ്. അത് നോക്കി വെക്കുക. ഫാദർ ഓഫ് ഇൻ്റർനെറ്റ് വിൻഡൻ
ഗ്രേ സർഫ്, ഇത് ചോദിക്കാനുള്ള സാധ്യത ഇല്ല, എന്നാലും നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. വിൻഡൻ ഗ്രേ സർഫ്, ഇൻ്റർനെറ്റിൻ്റെ പിതാവാരാണെന്ന് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. ദെൻ പിന്നെ പറയണത് വെച്ചാൽ എന്താണ്, ടിം ബെർണേഴ്സ്-ലീ വേൾഡ് വൈഡ് വെബ് WWW, നമ്മൾ എപ്പോഴും കേൾക്കുമല്ലേ WWW, അതിൻ്റെ ഒരു എന്താണ് ഐഡിയ പ്രപ്പോസ് ചെയ്തത് ടിം ബെർണേഴ്സ്-ലീ ആണ്. TIMBERNERSCLEE, ടിം ബെർണേഴ്സ്-ലീ ആണ്. ഇൻട്രാനെറ്റും എക്സ്ട്രാനെറ്റും ഉണ്ട്, അത് തമ്മിലുള്ള ഡിഫറൻഷിയേറ്റ് 2020 ചോദിച്ചതാണ്. അതുപോലെ തന്നെ ഈ വേൾഡ് വൈഡ് വെബിൻ്റെ ഈ ഐഡിയ പ്രപ്പോസ് ചെയ്ത ടിം ബെർണേഴ്സ്-ലീ ആരാണ്, അല്ലെങ്കിൽ ഹൂ ഈസ് ടിം ബെർണേഴ്സ്-ലീ, ഹൂ പ്രപ്പോസ് ദ ഐഡിയ ഓഫ് വേൾഡ് വൈഡ് വെബ്, അങ്ങനെ ക്വസ്റ്റ്യൻ 2020 ചോദിച്ചതാണ്. ഇൻട്രാനെറ്റ് എന്താണ്, പ്രൈവറ്റ് നെറ്റ്വർക്ക് ദാറ്റ് യൂസസ് TCP/IP ടു ഷെയർ ഇൻഫർമേഷൻ ആണ്. എക്സ്ട്രാനെറ്റ് എന്ന് പറയുമ്പോൾ വെൻ ഇൻ്റർനെറ്റ് ഈസ് മെയ്ഡ് അവൈലബിൾ ടു സം കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ആർ നോട്ട് പാർട്ട് ഓഫ് ദ കമ്പനീസ് പ്രൈവറ്റ് നെറ്റ്വർക്ക്, ഇറ്റ് ഈസ് കോൾഡ് എക്സ്ട്രാനെറ്റ്. ആ ഒരു സെൻറ്റൻസ് ആണ് ഈ വന്നിരിക്കുന്നത്. ഇനി റിക്വയർമെൻറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിൽ എന്തൊക്കെ റിക്വയർമെൻറ്റ്സ് വേണം, 2019 പിന്നെ 2017 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. കമ്പ്യൂട്ടർ നെറ്റ്വർക്കിന് റിക്വയർമെൻറ്റ് എന്തൊക്കെയാണെന്ന്. കമ്പ്യൂട്ടർ വേണം അല്ലേ, പിന്നെ മോഡം വേണം, ടെലിഫോൺ കണക്ഷൻ വേണം, ISP വേണം, ബ്രൗസിങ് സോഫ്റ്റ്വെയർ വേണം. ഫോർ എക്സാമ്പിൾ നമ്മൾ വീട്ടിൽ വൈഫൈ കണക്ഷൻ എടുക്കുകയാണ്, നമുക്ക് ഫോണോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ വേണ്ടായോ വൈഫൈ യൂസ് ചെയ്യാൻ തീർച്ചയായും വേണം, അതാണ് കമ്പ്യൂട്ടർ ഡിവൈസ്. മോഡം, വൈഫൈക്ക് മോഡം വേണ്ടായോ വേണം. ടെലിഫോൺ കണക്ഷൻ, നമ്മൾ കേബിളിൻ്റെ കണക്ഷൻ അങ്ങനെ അതുവഴിയാണല്ലോ നോർമലി വൈഫൈ എല്ലാം എടുക്കുന്നത്, സോ അതാണ് ടെലിഫോൺ കണക്ഷൻ വേണം. അത് കഴിഞ്ഞ് ISP, ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ, നമുക്കിപ്പോൾ ഓരോരുത്തരുടെ പല പല വൈഫൈ കണക്ഷൻ എടുക്കും അല്ലേ, ഏഷ്യാനെറ്റ് എടുക്കും, BSNL എടുക്കും, കേരള വിഷൻ ബ്രോഡ്ബാൻഡ് എടുക്കും, അതുപോലെ പല ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കും. അപ്പം അതെന്ന് പറഞ്ഞാൽ അതാണ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ. കോണ്ടാക്ട് യുവർ സർവീസ് പ്രൊവൈഡർ എന്ന് പറയത്തില്ലേ, അതാണ് ഈ ISP. അടുത്ത ബ്രൗസിങ് സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഫോണിൽ നെറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വി വോണ്ട് ബ്രൗസിങ് സോഫ്റ്റ്വെയർ, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. ഇപ്പോൾ ഓപ്പോയിലൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഗൂഗിൾ ക്രോം കൂടാതെ ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലൂ കളറിൽ നമ്മുടെ ഭൂമിനെ കൂട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഇങ്ങനെ സംഭവമുണ്ട്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, അതൊരു സെർച്ച് എഞ്ചിനാണ്. പിന്നെ ഗൂഗിൾ ക്രോം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന, ഒപ്പേറ മിനി, ആ സംഭവം അതെല്ലാം സോഫ്റ്റ്വെയർ ആണ്. സോ ഇത്രയാണ് റിക്വയർമെൻറ്റ് ഓഫ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ടൈപ്സ് ഓഫ് കണക്ടിവിറ്റി, ഡയലപ്പ് കണക്ഷനുണ്ട്, വയേർഡ് ബ്രോഡ്ബാൻഡ് കണക്ഷനുണ്ട്, അപ്പം അതുപോലെ ലീസ്റ്റ് ലൈനുണ്ട്, FTTH ഉണ്ട്, വയർലെസ് ബ്രോഡ്ബാൻഡ് ഉണ്ട്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്. ഇപ്പോൾ ഡയലപ്പ് കണക്ഷൻ്റെ എന്താണ് അഡ്വാൻറ്റേജസ്, ഹൈ സ്പീഡ് കണക്ഷനാണ്, ഓൾവേസ് കണക്റ്റഡ് ആണ്, സൈമിൾട്ടാനിയസ് യൂസ് ഓഫ് വോയിസ് ആൻഡ് ഇൻ്റർനെറ്റ്, യൂസ് ബ്രോഡ്ബാൻഡ് മോഡം. പോപ്പുലർ ബ്രോഡ്ബാൻഡ് ടെക്നോളജീസ് എന്ന് പറയുന്നത് ISDN, ഇൻറ്റിഗ്രേറ്റഡ് സർവീസ് ഡിജിറ്റൽ നെറ്റ്വർക്കാണ്, DSL, ഡിജിറ്റൽ സബ്സ്ക്രൈബർ ലൈനാണ്, കേബിൾ കണക്ഷൻ. സോ ഇതിൻ്റെ എല്ലാം എന്താണ് ഒരു അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ആസ് കമ്പയർ ടു അതർ എന്താണ് ഗുണങ്ങൾ എന്നത് ചോദിക്കുന്നതാണ്. അടുത്തത് നെക്സ്റ്റ്, വേൾഡ് വൈഡ് വെബ് ഇസ് എ കളക്ഷൻ ഓഫ് വെബ്സൈറ്റ്, ഇറ്റ് കണ്ടെയ്ൻ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ഡിഫറെൻറ്റ് ടോപ്പിക്. വേൾഡ് വൈഡ് വെബിനെ കുറിച്ചൊരു എന്താണ് ഒരു എസ്സേ കൂട്ടാണ് ഒരു ചോദ്യം. സോ വേറെ ക്വസ്റ്റ്യൻ പറയുന്നത് വയർലെസ് ബ്രോഡ്ബാൻഡ് കണക്ഷൻ, അതായത് മൊബൈൽ ബ്രോഡ്ബാൻഡ്, വൈമാക്സ്, അതൊക്കെ. അപ്പോൾ സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ്, വേൾഡ് വൈഡ് ഇൻ്റർപെറബിലിറ്റി മൈക്രോവേവ് ആക്സസ് ആണ് ഈ വൈമാക്സ്, 2018 ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. റേഡിയോ ഫ്രീക്വൻസി ബാൻഡ് വെരി ഹൈ സ്പീഡുമുള്ളത് വൈമാക്സിനാണ്. ഓക്കെ. സോ വേൾഡ് വൈഡ് വെബ് എങ്ങനെയാണ് വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുന്നത്, ആ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ ഹയർ സെക്കൻഡ്, അതായത് 12ലും നമുക്ക് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ആയിട്ട് കാണുന്നതാണ്. വേൾഡ് വൈഡ് വെബ് എങ്ങനെയാണ് വെബ് പേജ് ഡിസ്പ്ലേ ചെയ്യുന്നത്. സോ എങ്ങനെയാണ്, അപ്പോൾ ആദ്യം വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്നത് ഒരു കളക്ഷൻ ഓഫ് വെബ്സൈറ്റ് ആണ്. അതിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്. എന്തിനെക്കുറിച്ച്, ഡിഫറെൻറ്റ് ടോപ്പിക്കിനെ കുറിച്ച്. ഒരു വെബ് ബ്രൗസർ എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ ആണ്, യൂസ്ഡ് ഫോർ വിസിറ്റിംഗ് വെബ്സൈറ്റ്. ദ പ്രോസസ് ഓഫ് വിസിറ്റിംഗ് വെബ്സൈറ്റ് ഈസ് നോൺ ആസ് ബ്രൗസിങ്. അതെല്ലാം കഴിഞ്ഞ് സ്റ്റെപ്സ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് വൺ, ദ ബ്രൗസർ ഡിറ്റർമൈൻ ദ URL എൻ്റർ. നമ്മളൊരു URL ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്രൗസർ ആദ്യം അത് ഡിറ്റർമൈൻ ചെയ്യും. എന്നിട്ട് അത് DNS, ഡൊമൈൻ നെയിം സെർവറിലേക്ക് സെൻഡ് ചെയ്യും ആ ഒരു റിക്വസ്റ്റ്. എന്നിട്ട് DNS നമുക്ക് IP അഡ്രസ് സഹിതം റിപ്ലൈ ചെയ്യും. എന്നിട്ട് ബ്രൗസർ ആ ഒരു കണക്ഷൻ
മെയിൻ കണക്ഷൻ, സെർവറുമായിട്ടുള്ള മെയിൻ കണക്ഷൻ IP അഡ്രസ്സ് യൂസ് ചെയ്ത് കണക്ട് ചെയ്യും. എന്നിട്ട് സെർവർ നമുക്ക് ആ വെബ് പേജ് റിട്ടേൺ ചെയ്യും, കണക്ഷൻ റിലീസ് ചെയ്യും. സോ ഇതാണ് സ്റ്റെപ്പ്, ഒന്ന് നോക്കി വെക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് സെർച്ച് എൻജിൻ. ഓക്കെ, സെർച്ച് എൻജിൻ എന്താണ് എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. യൂസർ ക്യാൻ സെർച്ച് ബൈ ക്യൂറിങ് എനി ഫോം ഓഫ് കീവേഡ്സ്. സോ ഇറ്റ് ഈസ് എ സ്പെഷ്യൽ പ്രോഗ്രാം ദാറ്റ് ഹെൽപ്സ് പീപ്പിൾ ടു ഫൈൻഡ് ഇൻഫർമേഷൻ. അതൊക്കെയാണ്. അടുത്തത് ഇമെയിൽ. ഇവിടെ ഞാൻ വീണ്ടും എഴുതി വെച്ചിരിക്കുന്നു SMTP. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇമെയിലിന് യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോളാണ് SMTP. അടുത്ത ഇമെയിൽ മീൻസ് ഇലക്ട്രോണിക് മെയിൽ ദാറ്റ് ഈസ് സെൻഡിങ് ആൻഡ് റിസീവിങ് മെസ്സേജസ് ത്രൂ ഇൻ്റർനെറ്റ് ഈസ് നോൺ ആസ് ഇമെയിൽ. അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുമ്പോൾ ഹൈ സ്പീഡാണ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ഈസി ടു യൂസ് ആണ്, എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ്, അവൈലബിൾ എനി ടൈം എനിവെയർ, സ്പീഡ്, റിലയബിൾ, കൺവീനിയൻസ്, ഇൻഎക്സ്പെൻസീവ്, പ്രിൻ്റബിൾ, ഗ്ലോബൽ, ജനറാലിറ്റി. ഡിമെറിറ്റ്സ് എന്ന് പറയുമ്പോൾ അതിൽ വൈറസ് കാണും അല്ലേ ചില ഇമെയിൽസിൽ. ജങ്ക് മെയിൽസ് ചുമ്മാ അൺവാണ്ടഡ് മെസ്സേജ് വന്ന് കിടക്കും. ഇമെയിൽ ID വേണം. അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസും സാധനങ്ങളും ഒന്നും നമുക്ക് ഇമെയിൽ വഴി അയക്കാൻ പറ്റില്ല. ഇതൊക്കെയാണ് ഡിമെറിറ്റ്സ് വരുന്നത്. അടുത്ത സോഷ്യൽ മീഡിയയുടെ ക്ലാസിഫിക്കേഷൻ. ഇത് 2021 ഏതെങ്കിലും 4 ജസ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഈ ഫ്രീ എൻസൈക്ലോപീഡിയ, ഇൻ്റർനെറ്റിലെ ഫ്രീ എൻസൈക്ലോപീഡിയ എന്നറിയപ്പെടുന്ന എന്തിനാണ്? വിക്കിപീഡിയ തന്നെയാണ്. അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 2015 ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫ്രീ എൻസൈക്ലോപീഡിയ ഇൻ ഇൻ്റർനെറ്റ് ഈസ് കോൾഡ് വിക്കിപീഡിയ. അപ്പോൾ സോഷ്യൽ മീഡിയ ക്ലാസിഫിക്കേഷൻ, അതായത് ഇൻ്റർനെറ്റ് ഫോറം ഉണ്ട്, സോഷ്യൽ ബ്ലോഗ് ഉണ്ട്, മൈക്രോ ബ്ലോഗ് ഉണ്ട്, വിക്കീസ് ഉണ്ട്, സോഷ്യൽ നെറ്റ്വർക്ക് അതായത് ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ, ഇൻസ്റ്റഗ്രാം, കണ്ടൻറ് കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ യൂട്യൂബ്, മൈക്രോ ബ്ലോഗ് എന്ന് പറയുന്നത് ട്വിറ്റർ, സോഷ്യൽ ബ്ലോഗ് എന്ന് പറയുമ്പോൾ blog.com, wordpress.com അതൊക്കെയാണ്. കണ്ടൻറ് വേറെ flix.com ഉണ്ട്. ഇൻ്റർനെറ്റ് ഫോറം എന്ന് പറയുമ്പോൾ ഉബണ്ടു, ഇതൊക്കെയാണ്. അടുത്ത സോഷ്യൽ മീഡിയയുടെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ലിമിറ്റേഷൻസും. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ബ്രിങ് പീപ്പിൾ ടുഗദർ, ഇംപ്രൂവ് സോഷ്യൽ സ്കിൽസ്, ബിസിനസ് പ്രൊമോഷൻ, ഫാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, പ്ലാൻ ആൻഡ് ഓർഗനൈസ് ഇവൻറ്റ്സ്. ഇതൊക്കെയാണ് അഡ്വാൻറ്റേജസ് ഓഫ് സോഷ്യൽ മീഡിയ. ലിമിറ്റേഷൻസ് ഓഫ് സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പം അഡിക്ഷൻ ഉണ്ടാവും, റൂമേഴ്സ് സ്പ്രെഡ് ചെയ്യും വെറുതെ അല്ലേ, ചിലപ്പം ഫേക്ക് ന്യൂസ് ഒക്കെ ആയിരിക്കും, പ്രൈവസിയിലേക്ക് ഇൻട്രൂഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് സോഷ്യൽ മീഡിയയിൽ. അടുത്ത ഹാക്കിംഗ് ആൻഡ് ഫിഷിംഗ്. ഓക്കെ, സൈബർ സെക്യൂരിറ്റി എന്ന ടോപ്പിക്ക് വരുമ്പം 4 അല്ലെങ്കിൽ 3-4 ത്രെഡ്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് വൈറസ് ഉണ്ട്, വോം ഉണ്ട്, ട്രോജൻ ഹോഴ്സ് ഉണ്ട്, സ്പാം, ഹാക്കിംഗ്, ഫിഷിംഗ്. ഈ ഹാക്കിംഗ് ഫിഷിംഗ് എന്ന ക്വസ്റ്റ്യൻ കണ്ടിന്യൂസ് ആയിട്ട് പല വർഷങ്ങളിലും ചോദിക്കുന്നതാണ്. അത് തമ്മിലുള്ളൊരു കമ്പാരിസൺ അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക. ഹാക്കിംഗ് എന്ന് പറയുമ്പം ഹാക്കിംഗ് ഈസ് പെർഫോമഡ് ബോത്ത് ബൈ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി എക്സ്പേർട്സ് ആൻഡ് ബൈ കമ്പ്യൂട്ടർ ക്രിമിനൽസ്. എത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട്, ഇല്ലീഗൽ ഹാക്കിംഗ് ഉണ്ട് അല്ലേ. അതാണ് സംഭവം. ഹാക്കിംഗ് എന്ന് പറയുന്നത് ഒരു ടെക്നിക്കൽ എഫേർട്ടാണ്. എന്തിനു വേണ്ടി? ടു മാനിപ്പുലേറ്റ് ദ നോർമൽ ബിഹേവിയർ ഓഫ് എ കമ്പ്യൂട്ടർ കണക്ഷൻ. ഒരു കമ്പ്യൂട്ടർ കണക്ഷൻ്റെ നോർമൽ ബിഹേവിയറിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഒരു ടെക്നിക്കൽ എഫേർട്ടാണ് ഹാക്കിംഗ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടർ എക്സ്പേർട്സ് പെർഫോം ഹാക്കിംഗ് ടു ടെസ്റ്റ് ദ സെക്യൂരിറ്റി ടു ഫൈൻഡ് വോളം. അപ്പോൾ അതായത് എത്തിക്കൽ ഹാക്കേഴ്സ് എന്ന് പറയുന്നത് അവരോരോ ഇപ്പോൾ ഒരു സൈറ്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോർമൽ നെറ്റ്വർക്ക് കണക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ഹാക്ക് ചെയ്യാൻ ശ്രമിക്കും. എന്തിനാ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിൻ്റെ സെക്യൂരിറ്റി എങ്ങനെയൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ട് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എത്തിക്കൽ ഹാക്കിംഗ് ഉള്ളത്. അല്ലെങ്കിൽ പോലീസിന് വേണ്ടി ഓരോ കേസ് തെളിയിക്കാൻ വേണ്ടിയുള്ള ഹാക്കിംഗ് ഒക്കെയാണ് എത്തിക്കൽ ഹാക്കിംഗ്. അല്ലാതെ അൺഎത്തിക്കൽ ഹാക്കിംഗ് ഉണ്ട്, നമുക്കറിയാലോ, ഇല്ലീഗൽ ഹാക്കിംഗ്. സോ അതൊക്കെയാണ് ഹാക്കിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ. അത് 2021 20 19 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഹാക്കിംഗ് എന്നുള്ളത്. അതുപോലെ കമ്പ്യൂട്ടർ ക്രിമിനൽസ് എന്താണ് ചെയ്യുന്നത്? സെക്യൂരിറ്റി നെറ്റ്വർക്കിനെ ഡെസ്ട്രോയ് ചെയ്ത് ഡേറ്റേനെ നെറ്റ്വർക്കിനെ അൺയൂസബിൾ ആയി ഉപയോഗശൂന്യമാക്കി മാറ്റുക എന്നൊരു രീതിയാണ് അവർ ചെയ്യുന്നത്. പിന്നെ ഒരെണ്ണമുണ്ട് ഗ്രേ ഹാക്കേഴ്സ്. സോ 3 ടൈപ്സ് ഓഫ് ഹാക്കിംഗ് ആണുള്ളത്. ബ്ലാക്ക് ഹാക്കിംഗ്, വൈറ്റ് ഹാക്കിംഗ്, ഗ്രേ ഹാക്കിംഗ്. ഗ്രേ ഹാക്കിംഗ് എന്ന് പറയുമ്പം അവർ ചിലപ്പോൾ ഇല്ലീഗലായിട്ട് ആക്ട് ചെയ്യും, ചിലപ്പം അതായത് എന്താ പറയുക ഗുഡ് ഇൻറ്റൻഷനിലൂടെ ഇല്ലീഗലായിട്ട് ഹാക്ക് ചെയ്യുന്നതിനാണ് ഗ്രേ ഹാക്കേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഷിംഗ് എന്താണ്? 2021 2019 ചോദിച്ചതാണ് ഫിഷിംഗ്. ഫിഷിംഗ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ അറ്റംപ്റ്റ് ടു അക്വയർ ഇൻഫർമേഷൻ സച്ച് ആസ് യൂസർ നെയിം, പാസ്വേഡ്. യൂസർ നെയിം, പാസ്വേഡ് തുടങ്ങിയ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒരു ഒറിജിനൽ വെബ്സൈറ്റായിട്ട് ആക്ട് ചെയ്ത്
നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം എടുക്കുന്ന ഒരു അറ്റംപ്റ്റിനെയാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ദ ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് മിസ്ലീഡിംഗ് വെബ്സൈറ്റ്സ് ഇസ് കോൾഡ് സ്പൂഫിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് ഫിഷിങ്ങിനെ കുറിച്ചും പറയാനുള്ളത്. പിന്നെ പറയുമ്പം ഡിനൈൽ ഓഫ് സർവീസ് അറ്റാക്ക് ഉണ്ട്, മാൻ ഇൻ മിഡിൽ അറ്റാക്ക് ഉണ്ട്. ഇതൊക്കെയാണ്. ഇനി പ്രിവെൻറ്റിംഗ് നെറ്റ്വർക്ക് അറ്റാക്ക്. നെറ്റ്വർക്ക് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? യൂസ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ, ഫയർ വാള്, കുക്കീസ്. ഇതൊക്കെയാണ്. ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ദാറ്റ് പ്രൊവൈഡ് സെക്യൂരിറ്റി ടു ദ കമ്പ്യൂട്ടർ. ഇറ്റ് കൺട്രോൾസ് ഇൻകമിംഗ് ആൻഡ് ഔട്ട് ഗോയിങ് നെറ്റ്വർക്ക് ട്രാഫിക് ബൈ അനലൈസിംഗ് ദ ഡേറ്റ ആൻഡ് ഡിറ്റർമൈൻ വെദർ ദേ ഷുഡ് ബി അലൗഡ് ഓർ നോട്ട്. അതാണ് ഫയർ വാൾ. Cookies എന്ന് പറയുമ്പോൾ they are small text files that are created when we use web browser to visit a website. They keep track of our movements in this websites and remember username and email. So frequent deletion of cookies is necessary. അപ്പോൾ cookiesൻ്റെ ഒരു 1 mark question എന്ന് പറയുന്നത് small text files used by browsers to remember email ID, username etc. are known as cookies. ഓക്കെ, 2017 പരീക്ഷയ്ക്കും 2021 22 നോർമൽ നമ്മളുടെ മാർച്ച് പരീക്ഷയ്ക്കൊക്കെ ചോദിച്ച ക്വസ്റ്റ്യനാണ് കുക്കീസിൻ്റെ എന്താണ് സംഭവം. ഓക്കെ, അടുത്ത ടൈപ്സ് ഓഫ് ഇ ഗവേണൻസ് എന്തൊക്കെയാണ്? ഗവൺമെൻറ് ടു ഗവൺമെൻറ്, ഗവൺമെൻറ് ടു സിറ്റിസൺ, ഗവൺമെൻറ് ടു ബിസിനസ്, ഗവൺമെൻറ് ടു എംപ്ലോയി ഒക്കെയാണ്. ICT എന്താണ്? ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജിയാണ്. അതുപോലെ ഇ ഗവേണൻസ് ഇസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ICT ഫോർ ഡെലിവറിംഗ് ഗവൺമെൻറ് സർവീസസ് ടു സിറ്റിസൺസ് ഇൻ എ കൺവീനിയൻറ്റ് ആൻഡ് എഫിഷ്യൻറ്റ് മാനർ. 2021 20 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇ ഗവേണൻസിന് ഇൻഫ്രാസ്ട്രക്ചർ SDC, സ്റ്റേറ്റ് ഡാറ്റാ സെൻറ്റർ, KS1 കേരള സ്റ്റേറ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്, CSC കോമൺ സർവീസ് സെൻറ്റർ, അക്ഷയ സെൻറ്റർ. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അടുത്ത മെറിറ്റ്സ് ഓഫ് ഇ ഗവേണൻസ് എന്തൊക്കെയാണ്? അത് എന്തൊക്കെയാണെന്ന് നോക്കുക. ഇറ്റ് സ്ട്രെങ്തൻ ഡെമോക്രസി, എൻഷുർ ട്രാൻസ്പെറൻസി, അങ്ങനെയുള്ള കാര്യങ്ങൾ. ലിമിറ്റേഷൻ എന്ന് പറയുമ്പം റിമോട്ട് ഏരിയയിലുള്ള ലോവർ ലിറ്ററസി പീപ്പിൾസിന് ഡിഫിക്കൽറ്റിയാണ് ഇ ഗവേണൻസ്. കാരണം ഇലക്ട്രോണിക് ഇൻ്റർനെറ്റ് വഴി കൈകാര്യം ചെയ്യുക കുറച്ച് അതിനെക്കുറിച്ചൊരു അറിവ് വേണം അല്ലേ? എല്ലാവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടി വരും ഇ ഗവേണൻസിനാണെങ്കിൽ. സെക്യൂരിറ്റി, അതർ സൈബർ അറ്റാക്കിനൊക്കെ സാധ്യതയുണ്ട്. അടുത്ത ഇ ബിസിനസ് എന്താണ് എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2022 21 23 ഇപ്പോൾ കഴിഞ്ഞ 23 എല്ലാം ചോദിച്ചതാണ് ഇ ബിസിനസ്. അതിൻ്റെ മെറിറ്റ്സ് എന്താണ്? ഇ ബിസിനസ് എന്താണ്? അതിൻ്റെ മെറിറ്റ്സ് എന്താണ്? ഡിമെറിറ്റ്സ് എന്താണ്? അതുപോലെ ഇ ലേണിംഗ് ടൂൾസ് ഉണ്ട്, പല പല ടൂൾസ്. ഇ ബുക്ക് ഉണ്ട്, ഇ ടെക്സ്റ്റ് ഉണ്ട്, ഓൺലൈൻ ചാറ്റ് ഉണ്ട്, ഇ കണ്ടൻറ് ഉണ്ട്. അതൊക്കെ ഏതെങ്കിലും ഒരു 3 എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് പഠിച്ചു വെക്കുക. എഡ്യൂക്കേഷൻ TV ചാനലുണ്ട്. സോ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഇ ലേണിംഗ് ഇപ്പോൾ കഴിഞ്ഞ 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ടൈം ആൻഡ് പ്ലേസ് നോട്ട് കൺസ്ട്രൈൻഡ് ആണ്. ഇ ലേണിംഗിന് എവിടെ ഇരുന്ന് വേണമെങ്കിൽ പഠിക്കാം, കോസ്റ്റ് കുറവാണ്. അതുപോലെ വേരിയസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് പഠിക്കാം. പിന്നെ എന്താണ് ഡിമെറിറ്റ് എന്ന് പറയുമ്പോൾ ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ആണ്. ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ഇല്ല അല്ലേ? നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൻ്റെ എന്താണ് മെറിറ്റ്സും ഡിമെറിറ്റ്സും നമുക്ക് എഴുതാം ഇ ലേണിങ്ങിൻ്റെ സമയത്ത്. സോ ഫേസ് ടു ഫേസ് കോണ്ടാക്റ്റ് ഇല്ല അല്ലേ? പ്രാക്ടിക്കലായിട്ടൊന്നും തന്നെ നടക്കില്ല. കോൺസ്റ്റൻറ്റ് മോട്ടിവേഷൻ പോസിബിൾ അല്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് പറയുമ്പം ICT എനേബിൾഡ് സർവീസസ്, BPO, ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്, കോൾ സെൻറ്റർ, ടെലി കോൺഫറൻസിങ്, വീഡിയോ കോൺഫറൻസിങ് എല്ലാമാണ്. സോ എൻ്റെ ചാപ്റ്റേഴ്സ് നമ്മൾ കവർ ചെയ്തിരുന്നു ഈ 2 വീഡിയോസിനുള്ളിൽ. സോ ഫസ്റ്റ് വീഡിയോ കാണാത്ത ഫ്രണ്ട്സ് സെക്കൻഡ് വീഡിയോ കണ്ടതിന് ശേഷമായാലും എങ്ങനെയായാലും അത് പോയി കണ്ടിട്ട് വരിക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു സോ മച്ച്.